ഇന്നത്തെ നമ്മുടെ ടിപ്പ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് ബ്ലൗസിനെ കുറിച്ച്. അതായത് നമ്മളൊരു സാരി എടുത്ത് നമ്മൾ ആ ഒരു സാരിയുടെ ബ്ലൗസ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ രണ്ട് രീതിയിലല്ല, ഒരുപാട് പാറ്റേൺസിൽ നമുക്ക് ബ്ലൗസ് തയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഒക്കേഷൻ ഏതാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷനാണ് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ഫംഗ്ഷനാണ്, അങ്ങനെ രണ്ട് ഇതെടുക്കാം നമുക്കിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട്. ഇപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പം ഏത് ഫംഗ്ഷനാണെന്ന് നോക്കുക. അപ്പോൾ എങ്ങനെ നിങ്ങൾക്കൊരു ട്രഡീഷണലായിട്ട് ഒരുങ്ങേണ്ട ഫംഗ്ഷനാണെങ്കിൽ അങ്ങനെ ഒരുങ്ങുക. അപ്പോൾ ബ്ലൗസും നമ്മൾ അതുപോലെ തന്നെ നല്ല വൈഡ് റൗണ്ട് നെക്കോ അല്ലെങ്കിൽ നല്ല ഹാൻഡ് വർക്ക് ചെയ്യിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് പറയാൻ കാര്യം, ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, കോളർ നെക്ക് വെച്ചിട്ട്. ഇതിപ്പോൾ ശരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഒഫീഷ്യൽ ലുക്ക് തരുന്ന ബ്ലൗസാണ്. ഇപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ കണ്ടോ, ബാക്ക് കണ്ടോ, കുറച്ച് കയറിയിട്ടുള്ള നെക്ക് പാറ്റേണാണ് ചെയ്തത്. ഇപ്പോൾ ഇങ്ങനത്തെ നെക്ക് അല്ലെങ്കിൽ നമ്മൾ പണ്ട് പറയില്ല അംബിക കോളർ എന്നൊക്കെ, മുകളിൽ കയറിയിട്ട് ഓപ്പൺ നെക്കൊക്കെ, അങ്ങനത്തെ നെക്കൊക്കെ ശരിക്കും ഒരു ഒഫീഷ്യൽ ലുക്ക് തരുന്ന ഒരു ലുക്ക് തരും അങ്ങനത്തെ ബ്ലൗസസ് ഇടുകയാണെങ്കിൽ. നമ്മൾ ഓപ്പൺ നെക്കൊക്കെയാണ്, വൈഡ് റൗണ്ട് അല്ലെങ്കിൽ വൈഡായിട്ടുള്ള നെക്കൊക്കെയാണ് ഇടുന്നതെങ്കിൽ ഇപ്പോൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ശരിക്കും ആ ഒരു ട്രഡീഷണൽ ലുക്ക് തരാനൊക്കെ അങ്ങനത്തെ നെക്കായിരിക്കും നമുക്ക് നല്ലത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ബ്ലൗസ് നമുക്ക് കംഫർട്ടബിളായിട്ട് തന്നെ എപ്പോഴും സ്റ്റിച്ച് ചെയ്യാം. ഒട്ടും ടൈറ്റ് ഇങ്ങനെ നമുക്ക് എവിടെയും പിടിച്ചിരിക്കാം, നമുക്കൊരു കംഫർട്ട് വേണം കൊടുക്കാനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാരി ഈസി ആയിട്ട് ക്യാരി ചെയ്ത് നടക്കാൻ പറ്റുള്ളൂ. ബ്ലൗസ് ഭയങ്കര ടൈറ്റ് അല്ലെങ്കിൽ നമുക്ക് ഒട്ടും കംഫർട്ട് അല്ല എന്ന് തോന്നാത്ത രീതിയിൽ വേണം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യുക. ബ്ലൗസ് മാച്ച് ചെയ്യുന്നത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഏത് ഒക്കേഷനിലാണ് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ബ്ലൗസ് ഡിസൈൻ ചെയ്താൽ സാരി ഉടുക്കുമ്പോഴും കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ആ ഒരു ഫംഗ്ഷന് നമ്മൾ ആപ്റ്റായിട്ട് ഒരുങ്ങി പോകാനും പറ്റും. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം ഇങ്ങനത്തെ ഓഫീസിലോ അല്ലെങ്കിൽ കോൺഫറൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു കോളനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഫസ്റ്റ് കോളനൊക്കെ ബ്ലൗസ് ഇടുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും, ഫസ്റ്റ് ഇടുന്നവർക്ക്. ഇടാതെ നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യുമ്പോൾ, പക്ഷേ അത് 2-3 പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ അത് നമുക്ക് യൂസ്ഡ് ആവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ടിപ്സൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും വേണം എന്നാണെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. താങ്ക് യു സോ മച്ച്.